You've been talking about patience, hoping for everlasting. വെൽക്കം ബാക്ക് ടു NKL എഡിറ്റ്സ്. സോ ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം പ്രിവ്യൂ കണ്ടതുപോലെ ഒരു അടിപൊളി ട്രാൻസിഷനാണ്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഹോളോ ബോക്സ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലൈറ്റ് മോഷനിൽ നമുക്ക് ഒരുപാടധികം ക്രിയേറ്റീവായിട്ടുള്ള ട്രാൻസിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിലൊരു കിഡിലിന് എഫക്റ്റാണ് ഈ ഹോളോ ബോക്സ് പറയുന്നത്. നമുക്ക് ഒട്ടനവധി, അതായത് ഇപ്പോൾ നിങ്ങൾ പ്രിവ്യൂ കണ്ട പോലെ കുറേ അധികം ട്രാൻസിഷൻസ് ആ ഒരൊറ്റ എഫക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കുറേയധികം വീഡിയോസ് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റേഷ്യോയും കാര്യങ്ങളും സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ വരിക. മീഡിയയിൽ വന്ന ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഫോട്ടോ ആണ് എടുക്കുന്നത്. ഒരു ഒറ്റ ഫോട്ടോയെ ഞാൻ ഫസ്റ്റ് എടുക്കുന്നുള്ളൂ. ദെൻ നമുക്ക് ഓരോ എഫക്റ്റിനനുസരിച്ച്, അതായത് ഓരോ ലെയറായിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ ഞാൻ ഇത് വന്നൊരു 3 സെക്കൻഡ്സിൽ കട്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് 3 സെക്കൻഡിൽ വന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു എഫക്ട്സിൽ പോവുക, ഒരു ലെയർ സെലക്ട് ചെയ്ത് എഫക്ട്സ് പോവുക, ആഡ് എഫക്ട്സിൽ വരിക. ദെൻ നമ്മൾ 3Dയിൽ വന്ന് ഹോളോ ബോക്സ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ഇതേപോലെ ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ ഇതിൽ ഫസ്റ്റായിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് വരിക. ഇവിടെ നമുക്ക് ഷെയ്ഡിങ് ഉണ്ടാവും, പോയിൻ്റ് ലൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ ഫ്ലാറ്റ് ആക്കി കൊടുക്കുക ഫസ്റ്റ്. ദെൻ ഏറ്റവും താഴെയുള്ള പ്രെസിഷൻ എന്ന് പറഞ്ഞുള്ളത് 200ലേക്ക് സെറ്റ് ചെയ്യാം. ദെൻ നമ്മൾ കുറച്ച് മുകളിലേക്ക് വരിക. കുറച്ച് മുകളിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ സ്കെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ സ്കെയിലിൻ്റെ വാല്യൂ നമ്മൾ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതാ സ്കെയിൽ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ വാല്യൂ ഒന്ന് 1.50ലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതേപോലെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുറച്ചും കൂടെ മുകളിലേക്ക് വരുമ്പോൾ തിക്നെസ് ഉണ്ടാവും. തിക്നെസ് ഇപ്പോൾ 5ലായിരിക്കും ഉണ്ടാവുക. അത് നമ്മളൊന്ന് 0.2ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ബേസിക്കായിട്ട് ചെയ്യാനുള്ളത് ഫസ്റ്റ്. ഓക്കെ, ഇനി നമുക്കിതിൽ ഓറിയൻറ്റേഷൻ, റൊട്ടേഷൻ തുടങ്ങിയ കുറച്ച് കീ ഫ്രെയിംസൊക്കെ യൂസ് ചെയ്ത് സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൊട്ടേഷനിലേക്ക് വരിക, അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ, ഏതെങ്കിലും ഒന്ന്. ഫസ്റ്റ് നമുക്ക് ഓറിയൻറ്റേഷൻ ചെയ്യാം. ഓറിയൻറ്റേഷനിലൊന്ന് ഫസ്റ്റ് വന്ന് 0 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ദെൻ 1.10 അടുത്തൊരു കീ ഫ്രെയിം വരുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഫസ്റ്റ് ബീറ്റൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, 1.10 ബീറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ ഇവിടെ ഓറിയൻറ്റേഷനിൽ Y എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ വാല്യൂ ഒന്ന് -90 ആക്കി കൊടുക്കുക. -90, കറക്റ്റ് -90 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ഇവിടെ ആൽഫയുടെ വാല്യൂ ഉണ്ടാവും. ആൽഫയുടെ വാല്യൂ നമ്മൾ 90 ആക്കി കൊടുക്കുക. ഓക്കെ, കറക്റ്റ് 90ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ആൽഫയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ സെൻട്രലായി വരിക. ഇതിൻ്റെ സെൻട്രലായി വന്ന് നമ്മൾ ഫോർത്ത് കർവ് അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫോർത്ത് കർവ് ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്യുക. ദെൻ നമ്മളത് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, ദെൻ നമ്മൾ ഇവിടെ ഈ ഒരു 40ലും കൂടെ ബീറ്റ് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ഫ്രെയിംസ് ആഡ് ചെയ്യുന്നിടത്തൊക്കെ ജസ്റ്റ് ബീറ്റ് മാർക്ക് ആഡ് ചെയ്താൽ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും. ഓക്കെ, നമ്മളിവിടെ 2ലൊരു ബീറ്റ് മാർക്ക് ആഡ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ 2.40ലും ഒരു ബീറ്റ് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഹോളോ ബോക്സിൽ തന്നെ നമ്മൾ അടുത്ത കീ ഫ്രെയിം ആഡ് ചെയ്യേണ്ടത് ഒന്ന് 2.40ലാണ്. അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ വൈയുടെ വാല്യൂ ചേഞ്ച് ഇല്ല, -90 തന്നെ. നമ്മൾ ആൽഫയുടെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, 0ലേക്ക് കൊണ്ടുവരിക. ആൽഫയുടെ വാല്യൂ നമ്മൾ 0ലേക്ക് കൊണ്ടുവരിക. ദെൻ സെൻട്രലായിട്ട് വരിക, നമ്മുടെ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു കർവ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ അടുത്തതായി റൊട്ടേഷനാണ് ചെയ്യാനുള്ളത്. റൊട്ടേഷനിൽ ഫസ്റ്റ് കീ ഫ്രെയിം വന്ന് 0.40ലാണ്. 0.40ൽ ഫസ്റ്റത്തെ കീ ഫ്രെയിം ആഡ് ചെയ്യുക. ദെൻ നമ്മൾ 2ലാണ് അടുത്തൊരു കീ ഫ്രെയിം. ആ കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് എക്സിൻ്റെ വാല്യൂ ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. എക്സിൻ്റെ വാല്യൂ ഒന്ന് -180 സെറ്റ് ചെയ്യുക. ഓക്കെ, എക്സിൻ്റെ വാല്യൂ കറക്റ്റ് -180ലേക്ക് സെറ്റ് ചെയ്യുക. ഈ ഒരു വാല്യൂ ഒന്നും ചേഞ്ച് ചെയ്യാതെ നോക്കുക. ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു വാല്യൂവിൽ തന്നെ ചെയ്യുക. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള മാറ്റം വരുത്താനുണ്ടെങ്കിൽ മാറ്റുക. ഓക്കെ, ഇപ്പോൾ -180 ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത സെയിം കർവ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ഇതിൽ ചെയ്യേണ്ടത്. ഇനി നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത സ്കെയിൽ എടുക്കുക. ഓക്കെ, സ്കെയിലിൽ വന്ന് 0.40ലാണ് ഫസ്റ്റ് കീ ഫ്രെയിം വരുന്നത്. ദെൻ 2ൽ. ഓക്കെ, ഇതേപോലെ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കുക സ്കെയിലിൽ. ദെൻ നമ്മൾ സ്കെയിലിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ സ്കെയിലിൻ്റെ വാല്യൂ, അതായത് സെക്കൻഡ് കീ ഫ്രെയിം ഒന്ന് ഇൻക്രീസ് ചെയ്ത് 3ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക.
ഓക്കെ, കറക്റ്റ് 3ലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ സെൻട്രലായി വരിക. നേരത്തെ കോപ്പി ചെയ്ത കർവ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്കിതിൻ്റെ മുകളിലായിട്ട് പൊസിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെയും വന്ന് നമ്മൾ കീ ഫ്രെയിംസ് ആഡ് ചെയ്യണം. 0.40ലും 2 തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ പൊസിഷനിൽ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ y എന്നുള്ളത് 100ലായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ വന്ന് -90ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, -90ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ സെൻറ്ററിൽ ഈ ഒരു കർവ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയും ചെയ്ത ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കിവിടെ ഹോളോ ബോക്സിൽ ഫ്രണ്ട് സൈഡ്, ബാക്ക് സൈഡ് എന്നൊക്കെ പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ വന്ന് നമ്മൾ ഫസ്റ്റ് ഈ ടോപ്പ് സൈഡ് നോർമലായിരിക്കും ഉണ്ടാവുക, അത് ഹിഡൻ ആക്കി കൊടുക്കുക. ദെൻ അതുപോലെ തന്നെ നമ്മളിവിടെ ഏറ്റവും താഴെയായിട്ട് ബോട്ടം സൈഡ് ഉണ്ടാവും, അതും വന്ന് ഇതേപോലെ ഹിഡൻ ആക്കി കൊടുക്കുക. ഓക്കെ, ഇത് രണ്ടും നമ്മൾ ഈ ഒരു ഇതിൽ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഈ ഒരു ഓപ്പണിങ് ഇവിടെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റത്തെ ലെയറിൽ ചെയ്യേണ്ടത്. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയയിൽ പോയിട്ട് ഇതേപോലെ ഒരു ബാക്ക്ഗ്രൗണ്ടോ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ആ ഒരു നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കണ്ടിട്ടുണ്ടാവും, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരാൻ പറ്റിയ ഒരു സംഭവം, അത് നിങ്ങൾക്കൊരു ഫോട്ടോ ആഡ് ചെയ്യുക, എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് എടുത്തിട്ടുള്ളത്. ദെൻ നമ്മൾ ഈ ഒരു എഫക്ട്സിൽ വരിക, ഈ ഒരു എഫക്റ്റ് കോപ്പി ചെയ്യുക, ഹോളോ ബോക്സ് പറഞ്ഞൊരു എഫക്റ്റ് കോപ്പി ചെയ്തിട്ട് ഇതിൽ വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൽ വന്ന് പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ നേരത്തെ സെയിം ഒരു ഹോളോ ബോക്സ് ആയിരിക്കും കിട്ടുക. ദെൻ അത് നമുക്ക് കളയാൻ വേണ്ടിയിട്ട് എഫക്ട്സിൽ വരിക, ഹോളോ ബോക്സിൽ വരിക. ഇപ്പം ഈ ഹോളോ ബോക്സൊക്കെ എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഇപ്പോൾ ഏകദേശം ആ ഒരു മെത്തേഡ് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതിൽ വന്ന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ ഫ്രണ്ട് സൈഡ് വന്ന് ഹൈഡാക്കി കൊടുക്കുക. ഇതേപോലെ ഫ്രണ്ട് സൈഡ് നമ്മൾ ഇതാക്കി കൊടുക്കുക. ദെൻ ടോപ്പ് സൈഡ് വന്ന് നമ്മൾ നോർമലാക്കി കൊടുക്കുക. ബാക്കിയൊക്കെ ഹിഡൻ, അതായത് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് ഒക്കെ ഹിഡൻ. ഇതിൽ നമ്മൾ ടോപ്പ് സൈഡ് മാത്രം നമ്മൾ വിസിബിൾ ആക്കുക, അതായത് നോർമലിലേക്ക് സെറ്റ് ചെയ്യുക, ബാക്കിയൊക്കെ ഹിഡൻ. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് ഒക്കെ ഹിഡൻ, ഇവിടെ ടോപ്പ് സൈഡ് മാത്രം നോർമലിലേക്ക് സെറ്റ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഈ ഒരു കറക്റ്റായിട്ടുള്ള ഈ ഒരു സംഭവം കിട്ടുക. ഓക്കെ, ഇപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ ഓവർലേറ്റ് നിൽക്കുന്നുണ്ടാവും, അത് നമ്മൾ താഴേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഉള്ളിലേക്ക് അത്യാവശ്യം ലാഗൊക്കെ വരാൻ തുടങ്ങി. ഇതേപോലെ കറക്റ്റായിട്ട് ഉള്ളിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലെയർ. ഇത്ര മാത്രമേ നമ്മൾ രണ്ടാമത്തെ ലെയറിൽ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു PNG ആണ് എടുക്കാനുള്ളത്. ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ ഒരു PNG ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ വീഡിയോയുടെ എൻഡ് വരെ ആ ഒരു PNG ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക, അതുവരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു എഫക്റ്റ്, ഓക്കെ, ആ ഒരു എഫക്റ്റ് കോപ്പി ചെയ്യുക. ദെൻ നമ്മളിവിടെ വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഇതേപോലെ കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഹോളോ ബോക്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ വന്ന് ഹൈറ്റ് 100 ആയിരിക്കും ഉണ്ടാവുക, അത് വന്ന് നമ്മൾ ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുക. ഓക്കെ, ഹൈറ്റ് വന്ന് ഫുള്ളായി കുറച്ച് കൊടുക്കുക. ദെൻ നമ്മൾ വന്ന് ഇതിൽ നമുക്ക് ഒരു ചേഞ്ച് വരുത്തണം, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇതിൽ വന്ന് ബോട്ടം സൈഡ് മാത്രം നോർമലാക്കണം, ബാക്കിയൊക്കെ ഹൈഡ് ആക്കി വെക്കണം. ഓക്കെ, ടോപ്പ് സൈഡ് ഒന്ന് ഹൈഡ് ആക്കണം, ലെഫ്റ്റ് സൈഡ് ഓൾറെഡി ഹൈഡ്, റൈറ്റ് സൈഡൊക്കെ ഹൈഡാണ്. ഇവിടെ ബോട്ടം സൈഡ് മാത്രം നമ്മൾ നോർമലാക്കി വെക്കുക. ഓക്കെ, ദെൻ നമ്മളിതിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഇതേപോലെ ആയിരിക്കും വരിക. അപ്പോൾ അത് നമുക്കതിൻ്റെ മുകളിൽ ഇൻ്റർഫേസ് ചെയ്ത പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ താഴെയായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ നമുക്കിവിടെ ചെരിഞ്ഞിട്ടാണുള്ളത്, അപ്പോൾ നമുക്കത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യുക. ദെൻ ഹോളോ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് വന്നാൽ നമുക്കിവിടെ ആയിട്ട് ട്രിൽ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് മീൻസ് ഓപ്ഷൻ ഉണ്ട്. അത് വന്ന് നമ്മൾ അതിൻ്റെ ഒരു ഡിഗ്രി വന്ന് നമ്മൾ -90 ആക്കി കൊടുക്കുക. ഓക്കെ, -90 ആക്കി കൊടുക്കുക. ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസിഷൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇത് മുഴുവനായി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഒരു സ്റ്റെപ്പ് വിട്ടാൽ പോലും നിങ്ങൾക്കിത് കറക്റ്റായിട്ട് കിട്ടാൻ സാധ്യതയില്ല. ഓക്കെ, -90 സെറ്റ് ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. ദെൻ നമ്മളതിപ്പം ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അത്യാവശ്യം ലാഗ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ തന്നെയാണുള്ളത്. ഇതിലിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ലാഗ് ഫീൽ ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് തൽക്കാലം ആ ഒരു 3 ലെയർ ഓഫാക്കിയിടുക ലാഗ് കുറക്കാൻ വേണ്ടിയിട്ട്. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ പോവുക. ദെൻ നമ്മൾ അടുത്തൊരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് എടുക്കുന്നത്. ദെൻ നമ്മളത് ഇതിൻ്റെ എൻഡ് വരെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ദെൻ നമ്മളിതിൽ ആഡ് എഫക്ട്സിൽ വരിക. 3Dയിൽ ബോക്സ് ആഡ് ചെയ്യുക, ബോക്സ് എഫക്റ്റ് ആഡ് ചെയ്യുക.
ദെൻ ഇതിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് തന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ട് ഷെയ്ഡിങ് ഒന്ന് ഫ്ലാറ്റ് ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഹൈറ്റ് ഉണ്ടാവും 300-ലായിരിക്കും ഉണ്ടാവുക, അത് നമ്മൾ 100-ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ 100 കൊടുക്കുക. ദെൻ നമുക്ക് ഇവിടെ സ്കെയിലിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. സ്കെയിൽ വന്നിപ്പോൾ 1-ലായിരിക്കും ഉണ്ടാവുക, അത് നമ്മൾ 1.30-ലേക്ക് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. 1.30 കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ചേഞ്ചസ് ഒക്കെ വരുത്താം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ 1.20 വന്നിട്ട് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക ഇതേപോലെ. ദെൻ നമ്മളത് വന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ഓക്കെ, ദെൻ വീഡിയോയുടെ എൻഡിലായി വന്ന് ആ ഒരു റെക്റ്റാങ്കിൾ കട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഈ ഒരു എഫക്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുക, ആ ഒരു ബോക്സ് എഫക്റ്റ് കോപ്പി ചെയ്യുക. ദെൻ അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ റെക്റ്റാങ്കിൾ വരിക, എഡിറ്റ് ഷേപ്പിൽ വരിക. ദെൻ നമ്മളിവിടെ വൈ സെലക്ട് ചെയ്ത് കൊടുക്കുക. വൈ സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ദെൻ അത് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ 2.40 ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക ഇതേപോലെ. അതിൻ്റെ വാല്യൂ വന്ന് നമ്മൾ 75-ലേക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, കറക്റ്റായിട്ട് 75 സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ സെൻട്രലായി വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത സെയിം കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പേസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ബാക്ക് വരിക, ഫുള്ളായിട്ട് ബാക്ക് വരിക. ദെൻ നമ്മൾ ആ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക, ബ്ലെൻഡിങ്ങിൽ വരിക. മാസ്കിൽ ഇവിടെ മാസ്ക് ആൻഡ് എക്സ്ക്ലൂഡ് ഉണ്ടാവും, അതിൽ എക്സ്ക്ലൂഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം മിസ്സായിപ്പോയി. ഈ എഡിറ്റ് ഷേപ്പിൽ ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കണം, അത് ഞാൻ ചെയ്യാൻ മറന്നുപോയി. ഇതേപോലെ 0 ആക്കി കൊടുക്കുക. ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് 0 ആക്കി കൊടുക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ കിട്ടത്തുള്ളൂ. ജസ്റ്റ് ഞാൻ സ്കിപ്പായിപ്പോയി ആ ഒരു സംഭവം വന്ന്. അപ്പോൾ നമുക്കിപ്പം ഈ ഒരു രീതി കിട്ടും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു 2 ലെയറും സെലക്ട് ചെയ്യുക. ഇവിടെ വന്ന് ഫസ്റ്റത്തെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഈ ഒരു രീതിക്ക് കറക്റ്റായിട്ട് കിട്ടും. ദെൻ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തെടുത്ത ആ ഒരു ബോക്സ് എഫക്റ്റ് വന്ന് ഇതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ആ ഒരു ബോക്സ് എഫക്റ്റിലാണ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ബോക്സ് എഫക്റ്റ് ഓപ്പൺ ചെയ്യുക. ബോക്സ് എഫക്റ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പൊസിഷനിലേക്ക് വരിക. ഇവിടെ പൊസിഷൻ ഉണ്ടാവും. പൊസിഷൻ സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഫസ്റ്റ് 0.40 ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ വന്ന് 2-ലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക ഇതേപോലെ. ദെൻ അതിൽ 2-ലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മൾ വൈയുടെ വാല്യൂ ആണ് ചേഞ്ച് ചെയ്യുന്നത്, ടോപ്പിലേക്കായി സെറ്റ് ചെയ്യണം. ഒരു 780 റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ദെൻ നമ്മൾ സെൻട്രലായി വന്ന് നേരത്തെ കോപ്പി ചെയ്ത സെയിം കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഇതിൻ്റെ താഴെയായിട്ട് സ്കെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്കെയിൽ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ഇതേപോലെ, 2 സെക്കൻഡിലൊരു കീ ഫ്രെയിം ഇതേപോലെ 2 കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ഇവിടെ ആയിട്ട് ഈ ഒരു ഫസ്റ്റിലെ കീ ഫ്രെയിം നമ്മൾ ഫസ്റ്റിലേക്ക് തന്നെ സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ഇവിടെയുള്ള കീ ഫ്രെയിം, അതായത് രണ്ടാമതായിട്ട് വന്ന കീ ഫ്രെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. ഒരു 70-ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 70-ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്. ദെൻ സെൻട്രലായി വന്ന് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത സെയിം കർവ് പേസ്റ്റ് ചെയ്യുക. അതിന് മുമ്പ് നമ്മൾ പൊസിഷനിലേക്ക് ഒന്നും കൂടി വരിക. അതിലൊന്ന് നമ്മൾ നേരത്തെ ഫസ്റ്റ് ആഡ് ചെയ്ത കീ ഫ്രെയിം ഒന്ന് ഇതേപോലെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒരു കീ ഫ്രെയിമിൻ്റെ വാല്യൂസ് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട് ചെയ്യുമ്പം. അതായത് രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ചേഞ്ചസ് ഒന്നുമില്ല. ഫസ്റ്റത്തെ കീ ഫ്രെയിമാണ് നമ്മൾ ടോപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, മുകളിൽ നിന്ന് ഇതേപോലെ വരുന്ന രീതിക്കാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ആ ഒരു കർവും പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മളിനി എന്ത് വേണ്ടത് വെച്ചാൽ റൊട്ടേഷനാണ്. അപ്പോൾ നമ്മൾ റൊട്ടേഷനിലേക്ക് വരിക. അവിടെ റൊട്ടേഷനിലേക്ക് വരിക. ദെൻ നമ്മൾ ഫസ്റ്റ് 0.40 കീ ഫ്രെയിം, 2-ലൊരു കീ ഫ്രെയിം ഇതേപോലെ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. ദെൻ നമ്മൾ റൊട്ടേഷനിൽ വന്ന് വൈയുടെ വാല്യൂ ആണ് ചേഞ്ച് ചെയ്യുന്നത്. വൈയുടെ വാല്യൂ ഒന്ന് -180-ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, -180 കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ ഇതേപോലെ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സെൻട്രലായി വന്ന് നേരത്തെ കോപ്പി ചെയ്ത സെയിം കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഓറിയൻറ്റേഷനാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഓറിയൻറ്റേഷനിൽ 1.20 ഫസ്റ്റ് കീ ഫ്രെയിം, ദെൻ 2.40 അടുത്ത കീ ഫ്രെയിം. ഇതിൽ വന്ന് അപ്പം 1.20 ആദ്യത്തെ കീ ഫ്രെയിം, അതേപോലെ 2.40 അടുത്തൊരു കീ ഫ്രെയിം. ഇതിൽ വന്ന് ബീറ്റയുടെ വാല്യൂ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. ബീറ്റയുടെ വാല്യൂ ഇതേപോലെ നമ്മൾ 90 ആക്കി കൊടുക്കുക. ഓക്കെ, കറക്റ്റ് 90-ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ കറക്റ്റ് 90 ആക്കി കൊടുക്കുക. അതായത് നമ്മൾ സെൻട്രലായി വന്ന് ഈ ഒരു കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വാല്യൂസൊക്കെ നിങ്ങളൊന്നും കൂടി ജസ്റ്റ് നോക്കുക. ഇതേപോലെയാണ് അതിൻ്റെ വാല്യൂസ് വരുന്നത്. ബീറ്റയുടെ വാല്യൂ ഒന്ന് 90. ഓക്കെ,
ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഒരു PNG കൂടെ ആഡ് ചെയ്യണം. അതിനുവേണ്ടി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ വരിക. ഓക്കെ, ഞാൻ ഇവിടെ ഒരു PNG എടുത്തിട്ടുണ്ട്. നേരത്തെ സെയിം PNG ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായതുകൊണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വന്ന് ഈ ഒരു ബോക്സ് എഫക്റ്റ് കോപ്പി ചെയ്യുക. ദെൻ ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇതിൻ്റെ താഴെയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു PNG ഒന്ന് ഇതിൻ്റെ താഴെയായി സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ എഫക്ട്സിൽ അതായത് ആ ഒരു എഫക്റ്റ് ബോക്സ് എഫക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ബോക്സ് എഫക്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഇവിടെ ഡെപ്ത് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഡെപ്തിൻ്റെത് വന്ന് നമ്മൾ ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുക. ഒരു PNGയിൽ ഒന്ന് ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുക ഇതേപോലെ. ഓക്കെ, ഇതേപോലെ ഫുള്ളായിട്ട് ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ PNGക്ക് റൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ നേരെ ഇനി റൊട്ടേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ റൊട്ടേഷനിൽ വരിക. ഇവിടെ വന്ന് നമ്മൾ ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതായത് വൈയുടെ വാല്യൂ -180 ഉണ്ടാവുക. അത് നമ്മളൊന്ന് കറക്റ്റ് 0 സെറ്റ് ചെയ്യുക ഫസ്റ്റ് കീ ഫ്രെയിം. ദെൻ അതുപോലെ തന്നെ നമ്മൾ 2, അതായത് രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ഉണ്ടായിട്ടുണ്ടാവുക. അതൊന്ന് നമ്മൾ 90 സെറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് 90 സെറ്റ് ചെയ്യുക ഇതേപോലെ. ദെൻ നമ്മൾ സെൻട്രലായി വന്ന് നേരത്തെ കോപ്പി ചെയ്ത ഒരു കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ഫുള്ളായിട്ടുള്ള ഒരു ട്രാൻസിഷൻ സെറ്റായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാനൊന്ന് ഫുള്ളായി ഓപ്പൺ ചെയ്ത് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നല്ല ലാഗ് ഉണ്ടാവും, പ്ലേ ചെയ്യാനാവുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. എന്നാലും പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത്യാവശ്യം ലാഗില്ലാണ്ട് പ്ലേ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുക. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.